ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളുടെ മുടിയുടെ ഡെൻസിറ്റി പോകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്തിട്ട് ഞാൻ പറയാൻ പോകുന്ന 4 പോയിന്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പിന്നെ ചെക്ക് ചെയ്ത് നോക്കുക. ഫസ്റ്റ് പോയിന്റ് ഇത്രേ ഉള്ളൂ, ഷുഗർ കഴിക്കാതിരിക്കുക. നമ്മൾ എപ്പോഴൊക്കെ അത് കഴിക്കുമോ അത് നിങ്ങളുടെ മുടി റിയാക്ട് ചെയ്യും, മുടി പോകും. രണ്ടാമത്തെ കാര്യം ഡെഫിഷ്യൻസി. നിങ്ങൾ ചിലപ്പോൾ വിറ്റമിൻ D3, വിറ്റമിൻ B1, B2, B3യുടെ ഡെഫിഷ്യൻസി ആവാം. സോ അത് ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡെഫിഷ്യൻസി ക്ലിയർ ചെയ്യുക. മൂന്നാമത് നിങ്ങൾ ചിലപ്പോൾ കാലറി ഡെഫിസിറ്റിലായിരിക്കും കഴിക്കുന്നത് കുറേ നാളായിട്ട്. അപ്പോൾ കാലറി ഡെഫിസിറ്റിൻ്റെ പ്രശ്നം വെച്ചാൽ നിങ്ങൾ ന്യൂട്രീഷൻ ഡെഫിസിറ്റും കൂടെ ആയിരിക്കും. നിങ്ങൾ ഡെയിലി ഇത്ര ന്യൂട്രിയൻസ് നിങ്ങളുടെ ബോഡിക്ക് വേണം, അത് നിങ്ങളുടെ ബോഡി കിട്ടുന്നില്ല. സോ അത് ക്ലിയർ ചെയ്യാൻ നോക്കുക. കഴിച്ച് എനിവേ എയ്തർ വേ ടാബ്ലറ്റ് ഫോമിലോ അല്ലെങ്കിൽ റോ ഫുഡിൽ നിന്ന് എടുക്കാൻ നോക്കുക. റിസർച്ച് ചെയ്തിട്ട് അത് ഏത് ഫുഡാണോ കിട്ടുന്നത് ആ ഫുഡ് എടുക്കാൻ നോക്കുക. നാലാമത് ബാഡ് ഹാബിറ്റ്സ്. നിങ്ങൾ ആൽക്കഹോൾ, സിഗരറ്റ്സ് ഈ വക ശീലമുള്ളവർക്ക് മുടി എന്തായാലും പോകും. ഓക്കെ, അപ്പം ഇത്രയും ചെയ്തിട്ടും മുടി പോകുന്നു എന്നുണ്ടെങ്കിൽ ജെനറ്റിക്സ് ആണ് ഇതിൻ്റെ ഇടയ്ക്ക് കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വക കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കഷണ്ടി വരും എന്നുള്ള ഉറപ്പുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഒരു 22 വയസ്സിൽ വരേണ്ട കഷണ്ടി നിങ്ങൾക്ക് 30 വയസ്സ് വരെ ആക്കാം. ഓക്കെ, അപ്പോൾ ഈ പറയാനുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അതും കൺസിസ്റ്റൻ്റ് ആയിരിക്കും. കുറച്ച് അധികം നാൾ, ഒരു 3 to 6 മന്തെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകും, നിങ്ങൾക്ക് ചെറിയ റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടും, ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാം.